വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായിനം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സുപ്രഭാനന്ദ സ്വാമിജി അടക്കമുള്ള ആചാര്യസ്ഥാനീയരായ സന്യാസി വര്യന്മാരെ, സന്യാസി സഹോദരന്മാരെ, ഇവിടെ ചേർന്നിരിക്കുന്ന ധർമ്മവിശ്വാസികളായ സദസ്യരെ, ശ്രോതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ. ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിലെ ഇന്നത്തെ പ്രതിനിധി എന്ന നിലയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുവാനും നിങ്ങളെല്ലാവരെയും കാണുവാനും കൂടുതൽ പരിചയപ്പെടുവാനും ഈ വേദിയിൽ ഇപ്രകാരം ഒരു പ്രഭാഷണം നടത്തുവാനും അനുഗ്രഹം ചൊരിഞ്ഞ എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ നമോവാകം ആദ്യം തന്നെ അർപ്പിച്ചുകൊള്ളട്ടെ. ഒരു ധർമ്മ സന്ദേശ യാത്രയാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. എന്താണ് ധർമ്മമെന്നും ധർമ്മത്തെ എങ്ങനെയാണ് സ്വജീവിതത്തിൽ സംശീകരിക്കേണ്ടത് എന്നും ധാർമ്മികമായ ജീവിതം നയിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പുരോഗതിയെ സംബന്ധിച്ചുമൊക്കെ 7-ാം തീയതി മുതൽ ഇന്ന് ഈ 14-ാം തീയതി വരെ, ഇന്ന് 21-ാം തീയതി വരെ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് സമ്മേളനങ്ങളും പ്രഭാഷണ പരിപാടികളുമൊക്കെ നടത്തിയാണ് ഈ ധർമ്മ സന്ദേശയാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്രയും ഏറെ വിവിധ മഠങ്ങളിലെ സന്യാസിമാർ ഒത്തുചേർന്നുള്ള ഒരു സമ്മേളനം ഏതാണ്ട് ഇതാദ്യമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മഠങ്ങളിലെ, കേരളത്തിന് വെളിയിലുള്ള ചില മഠങ്ങളിലെ സന്യാസിമാരെല്ലാം ഇവിടെ ഒത്തുകൂടി ധർമ്മ വിചിന്തനം നടത്തുകയും എങ്ങനെ സനാതന ധർമ്മ വിശ്വാസികളെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് കാമ്യമായ സന്ദേശങ്ങൾ ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇത്തരം കൂട്ടായ്മകൾ സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച്, കേരളത്തിലെ ഹൈന്ദവ ജനതയെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് എന്ന് ഞാനിവിടെ അഭിപ്രായപ്പെടുകയാണ്. പണ്ട് കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയപ്പോൾ ആശാൻ അവിടെ കുറിച്ചിട്ടു, കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു, നിൽക്കുന്നിടത്ത് മണ്ണ് തന്നെ ചോർന്നു പോകുന്ന പരിതസ്ഥിതി കണ്ടുകൊണ്ടാണ് കുമാരമഹാകവി അന്ന് അക്കാര്യം പറഞ്ഞത് എങ്കിൽ ഇന്നും നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഈ രാജ്യത്തിൽ നാം ഇവിടെ സനാതന ധർമ്മവിശ്വാസികളായി ഹൈന്ദവ ജനതയായി ജീവിക്കുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് തന്നെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്
നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ സനാതനധർമ്മ വിശ്വാസികളായ ജനസമൂഹത്തെ കൂട്ടായ്മയോടുകൂടി നയിക്കുവാൻ ഈ സമൂഹത്തിൻ്റെ ആചാര്യന്മാർ, സന്യാസിവര്യന്മാർ ഒത്തുചേർന്ന് മാർഗനിർദ്ദേശം നൽകുന്നത് ഏറ്റവും അഭികാമ്യമായ ഘടകമാണ്. ആധ്യാത്മികമായ ചര്യകളെക്കുറിച്ചോ അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ വേണ്ടവണ്ണം ബോധവാന്മാരാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ക്രൈസ്തവ ഇസ്ലാം മതങ്ങളെയൊക്കെ സംബന്ധിച്ച് മതപരമായ കാര്യങ്ങളും അനുഷ്ഠാനവുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നു എങ്കിൽ ഹൈന്ദവ ജനതയെ സംബന്ധിച്ച് ആധ്യാത്മികമായ അനുഷ്ഠാനമോ ജീവിത പദ്ധതിയോ അതിനാവശ്യമായ അറിവോ ഒന്നും ശേഖരിക്കാതെയുള്ളൊരു ജീവിതമാണ് നയിച്ചു പോരുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക്, സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ജനവിഭാഗം, ആർത്തരും അവശരും ആലംബഹീനരുമായി കിടക്കുന്ന ജനവിഭാഗം, അവർക്ക് ആധ്യാത്മികമായ ചര്യകൾ ഉപദേശിച്ചു കൊടുക്കുവാൻ, അവരെ ചാരത്തിരുത്തി പഠിപ്പിക്കുവാൻ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കൂടുതൽ ശക്തമാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ ദേശകാലോചിതം കർമ്മധർമ്മമിത്യഭിധീയതേ എന്നാണ് ഗുരുക്കന്മാർ നമ്മെ ചൊല്ലി പഠിപ്പിച്ചിട്ടുള്ളത്. ദേശത്തിനും കാലത്തിനും അനുസൃതമായി ധർമ്മത്തെ വ്യാഖ്യാനിക്കുവാനും നയിക്കുവാനും നമുക്ക് സാധിക്കണം. ആചാര അനുഷ്ഠാന പദ്ധതിയിൽ പലപ്പോഴും പരിഷ്കാരങ്ങൾ ആവശ്യമായി വരും. ആ പരിഷ്കാരങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയവിശാലത നമുക്കുണ്ടായിരിക്കണം. ഞാൻ ഇക്കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടന വേളയിൽ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഉടുപ്പ് ഊരണം എന്നുള്ളത് നിർബന്ധമാക്കേണ്ടതില്ല, ഉടുപ്പിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാം എന്ന് ഒരു പ്രസ്താവന ചെയ്തു. അതിനെ സംബന്ധിച്ച് ഏറെ ചർച്ചകൾ ഇവിടെ നടന്നു. എനിക്ക് മുമ്പ് അക്കാര്യം വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ചിദാനന്ദപുരി സ്വാമികളാണ്. അതുപോലെ വിശ്വഹിന്ദു പരിഷത്തിലെ ചില ആചാര്യന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ക്ഷേത്രത്തിൽ ഷർട്ട് ഊരണം എന്നുള്ള നിർബന്ധം ഒഴിവാക്കുകയും, ഷർട്ട് ഊരുന്നവർ ഊരിക്കൊള്ളട്ടെ, ഊരണമെന്നുള്ള നിർബന്ധം നമ്മൾ ഒഴിവാക്കുകയും അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ സൃഷ്ടിക്കുകയും വേണം. ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചു, രണ്ട് കരിയും നമുക്ക് ആവശ്യമില്ല, ആനയും വെടിക്കെട്ടും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ധനം ദുർവ്യയം ചെയ്യപ്പെട്ടു പോകുന്നത് അവിടുത്തെ ഉത്സവാഘോഷ പരിപാടികൾക്ക് വേണ്ടിയും ഈ ആന എഴുന്നള്ളത്തിനും വെടിക്കെട്ടിനുമൊക്കെ ആയിട്ടാണ്. അക്കാര്യത്തിൽ വീണ്ടും വിചാരമുണ്ടായി. അതല്ല നമുക്ക് ആവശ്യം, അതിനേക്കാൾ നമുക്ക് പുരോഗതി കൈവരിക്കുന്നതിനാവശ്യമായ സ്ഥാപനങ്ങൾ ഓരോരോ ക്ഷേത്രങ്ങളിലോട് ചേർന്ന് സ്കൂളുകളും ആശുപത്രികളും വ്യവസായശാലകളും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന കുറേ പേർക്കെങ്കിലും ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രം ഒരു ആധ്യാത്മിക കേന്ദ്രമായി നിൽക്കുന്നതോടൊപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞു, ക്ഷേത്രവിശ്വാസം ഇല്ലാത്തവർക്കും ക്ഷേത്രം പ്രയോജനപ്പെടണം. നമ്മുടെ സമാജത്തിൽ എല്ലാവരും ക്ഷേത്രവിശ്വാസമുള്ളവരല്ല. ക്ഷേത്രവിശ്വാസം ഇല്ലാത്തവർക്കും ക്ഷേത്രം പ്രയോജനപ്പെടണം. ആ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ
ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ് എൻ്റെ പ്രിയ സന്യാസി സഹോദരന്മാരെ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായി വിശാലമായി ചിന്തിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുന്ന ആശ്രമ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അവിടെയുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള ജനതയ്ക്ക് ആത്മീയമായ ഉപദേശങ്ങൾ നൽകുവാനും ആചാര അനുഷ്ഠാന പദ്ധതിയെ വേണ്ടവണ്ണം പരിചയപ്പെടുത്തി കൊടുക്കാനും, ഒന്ന് പ്രാർത്ഥിക്കാനും, ഒന്ന് ധ്യാനിക്കാനും, ഒന്ന് ജപിക്കാനും ഒക്കെയുള്ള പാഠങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇവിടെ ഇന്ന് നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഓങ്കാരം 3 പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ടാണ് ആരംഭം കുറിക്കപ്പെട്ടത്. നല്ലൊരു തുടക്കമാണ്, അതൊരു മാതൃകയാണ്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീനാരായണ ദിവ്യപ്രബോധനം ധ്യാനം എന്ന പേരിൽ ഒരു ആധ്യാത്മിക പദ്ധതിക്ക് രൂപം നൽകുകയും കേരളത്തിൽ വ്യാപകമായും കേരളത്തിന് വെളിയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെയായി ഈ ദിവ്യപ്രബോധന ധ്യാനയജ്ഞങ്ങൾ നടത്തി ആയിരക്കണക്കിന് ആളുകളെ അതിൽ പങ്കാളികളാക്കാനും, അതിൽ ജാതി ഭേദ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രാർത്ഥന എന്താണ്, ജപം എന്താണ്, ധ്യാനം എന്താണ്, ആത്മീയ ചര്യകൾ എന്താണ്, നമ്മുടെ ഭാരതീയ ഗുരുക്കന്മാരുടെ ഉപദേശം എന്താണ്, വ്യാസനും വസിഷ്ഠനും വാൽമീകിയും ശ്രീനാരായണ ഗുരുവും നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളത് എന്താണ് എന്നൊക്കെ സാമാന്യമായിട്ടെങ്കിലും പറഞ്ഞു കൊടുക്കുവാനുള്ള സംവിധാനമുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മ വിരുദ്ധനാണ്. അങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് ഒരു അഭിമാനമായി കരുതുന്നവരും ധാരാളമായിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും പഴക്കം ചെന്ന മഹിതമായ സംസ്കാരമാണല്ലോ ഈ സനാതന ധർമ്മം. എന്നും പുതുമയാർന്ന ധർമ്മമാണ്. അതിനെ ആളുകൾ പിൽക്കാലത്ത് ആ സനാതന ധർമ്മത്തിൽ ജാതിഭേദവും ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയും കൊണ്ട് അനുലോമവും പ്രതിലോമവുമായിരിക്കുന്ന ജാതിഭേദ വിപത്തുകളൊക്കെ ഉണ്ടാവുകയും സനാതന ധർമ്മം തന്നെ മലിനപ്പെടുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ച ഒരു പ്രധാന തത്വം ശുദ്ധ ഹിന്ദുമത തത്വങ്ങൾ പ്രചരിപ്പിക്കണം എന്നാണ്. ശുദ്ധ ഹിന്ദുമത തത്വങ്ങൾ പ്രചരിപ്പിക്കണം. ആ ശുദ്ധ ഹിന്ദുമത തത്വങ്ങൾ എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. ഗുരുദേവന് സനാതന ധർമ്മത്തെക്കുറിച്ച് ഉപദേശിച്ചു. 1924 ആലുവായിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. മതപരിവർത്തനം ആവശ്യമില്ല, എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണ്. മതമേതുമാകട്ടെ, മനുഷ്യൻ നന്നായാൽ മതി. അതുകൊണ്ട് ആരും ആരെയും മാറ്റാനും മറിക്കാനും നിൽക്കേണ്ടതില്ല. ഓരോരുത്തരും നിൽക്കുന്നിടത്ത് തന്നെ നിന്നാൽ മതി. മതപരിവർത്തനമൊന്നും ആവശ്യമില്ല. അത് ലക്ഷീകരിച്ചുകൊണ്ട് ഗുരു സർവമത സമ്മേളനം ആലുവായിൽ ആ പലമത സാരവുമേകം, എല്ലാ മതങ്ങളുടെയും സാരമേകമാണെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സർവമത മഹാസമ്മേളനം നടത്തിയെങ്കിൽ, പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ ജനത ശാന്തമായില്ല. 1927 SNDP യോഗത്തിൻ്റെ വാർഷിക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗുരുദേവൻ നൽകിയ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ ഗുരു ഉപദേശിക്കുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് ഒരു സനാതനമായ മതമാകുന്നു. മതപരിവർത്തനം കൂടിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈ സനാതന ധർമ്മത്തിലേക്ക് മതം മാറിക്കൊള്ളുക.
ഗുരുദേവൻ 1927 ആലപ്പുഴ ജില്ലയിലെ പള്ളാത്തുരുത്തിൽ വെച്ച് നൽകിയ ഈ സന്ദേശം ഗുരുദേവന്റെ ജീവിത ചരിത്രകാരന്മാർ NK സാനുമാഷ് അടക്കമുള്ളവർ എഴുതിയ ജീവിത ചരിത്രങ്ങളിലെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ ഗുരുദേവൻ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ സമൂഹത്തെ ശരിയായ പാതയിൽ നിന്നും വ്യതിചലിപ്പിച്ചുകൊണ്ട് പോകുന്ന ദുസ്ഥിതി നമുക്ക് കാണാതിരിക്കുവാൻ സാധിക്കുകയില്ല.